എല്ലാവർക്കും നമസ്കാരം. നമ്മളൊക്കെ പിറന്നാളിന് എന്തെങ്കിലും സമ്മാനം കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കില്ലല്ലേ? അങ്ങനെ ദിവ്യ ആഗ്രഹിച്ചു ഒരു സമ്മാനം കിട്ടണമെന്ന്. എന്താണ് നമുക്കത് കേട്ട് നോക്കാം, ഒരു അനുഭവമാണേ. എൻ്റെ പേര് ദിവ്യ എന്നാണ്. തൊടുപുഴയാണ് എൻ്റെ ഫാമിലി. പെട്ടെന്ന് തന്നെ ഗുരുവായൂർ പോകാൻ കണ്ണനെ ഒന്ന് കാണാൻ കൊതിയായിട്ടോ. 25/11, അതായത് നവംബർ 25-ന് വൈകിട്ട് പോയി. റൂം കിട്ടി. പുലർച്ചെ 26/11 ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നു. അന്ന് ഏകാദശിയായിരുന്നു. ഞാൻ ഒത്തിരി നേരം നീണ്ട ക്യൂവിലായിരുന്നു കേട്ടോ. 7 മണിയായപ്പോൾ ഭഗവാനെ കണ്ടു. അപ്പോഴും മനസ്സിൽ വിഷമമായിരുന്നു. എൻ്റെ മുന്നിൽ ഒന്ന് വന്നൂടെ കൃഷ്ണ, ഒന്ന് ഒരാഗ്രഹമല്ലേ എന്ന്. പിന്നെ ഞാനും എൻ്റെ ഏട്ടനും കൂടി വഴിപാട് വാങ്ങാൻ കൗണ്ടറിൽ പോയി. അപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു തിരുമേനി എന്നെ വിളിച്ചു കേട്ടോ. നല്ല വണ്ണമുള്ള ഒരു തിരുമേനി ചിരിച്ചുകൊണ്ട് എനിക്ക് കുറേ പഴം, ഭസ്മം ഇതൊക്കെ തന്നു. എൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു അന്ന്. പിന്നെയും പാൽപ്പായസം വാങ്ങാൻ തിരികെ വന്നപ്പോൾ ആ തിരുമേനി ഇല്ലായിരുന്നു. എല്ലായിടത്തും ഞങ്ങൾ തിരക്കിട്ടോ, കണ്ടില്ല. എൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നി, എൻ്റെ ഭഗവാൻ ഗുരുവായൂരപ്പനാണ് എന്ന് തോന്നിച്ചു. എനിക്ക് ഒരു സന്തോഷം തരാനായിട്ട് അവിടെ വന്നത് എന്ന് എന്താ പറയേണ്ടത്. എൻ്റെ പിറന്നാളിന് കിട്ടിയ എത്രയും മനോഹരമായിട്ടുള്ള സമ്മാനം. പിറന്നാളിന് ഗുരുവായൂരെത്തുക, ഗുരുവായൂരിൽ നിന്ന് ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുക. എന്താ കഥ അല്ലേ, എന്താ സുഖം. മനസ്സിന് അത്രയും ആ പാൽപ്പായസം കൗണ്ടറിൽ പാൽപ്പായസം വാങ്ങുന്നതും തിരുമേനി വിളിച്ച് ആ ഭസ്മവും പഴവും കൊടുക്കുന്നതും ഗുരുവായൂരിൻ്റെ ആ അന്തരീക്ഷവും അവിടുന്ന് സന്തോഷത്തോടെ മടങ്ങുന്നതും ഒക്കെ മനസ്സിലിങ്ങനെ കാണുക. എന്തൊരു സുഖമാണ്, എന്തൊരു സന്തോഷമാണ്, സംതൃപ്തിയാണ് ഇത് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കൃഷ്ണവിഗ്രഹം കഴിയുന്ന ദിവസവും മാസം 30 ദിവസം തന്നെ നമ്മൾ സമ്മാനം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഹരേ കൃഷ്ണ.